ജമ്മുകാശ്മീരിൽ ബി.ജെ.പിയെ തൂത്തെറിഞ്ഞ് ഇന്ത്യ സഖ്യം. കേവല ഭൂരിപക്ഷം കടന്ന് ഇന്ത്യ സഖ്യത്തിന് മുന്നേറ്റം. ഒമർ അബ്ദുള്ള മുഖ്യമന്ത്രിയാകും. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രവീന്ദ്ര റാണെ തോറ്റു. ബി.ജെ.പിക്ക് ആശ്വാസം ജമ്മു മേഖലയിൽ മാത്രമാണ്. കുൽഗാമിൽ വീണ്ടും ചെങ്കൊടി പാറിച്ച് മുഹമ്മദ് യൂസഫ് തരിഗാമി. മെഹബൂബ മുഫ്തിയുടെ മകൾ ഇൽത്തിജ മുഫ്തി തോറ്റു. ഹരിയാനയിൽ ബി.ജെ.പിക്ക് ഭരണത്തുടർച്ച. കോൺഗ്രസിന് കനത്ത തിരിച്ചടി. ജെ.ജെ.പിയും തകർന്നടിഞ്ഞു. കോൺഗ്രസിന് തിരിച്ചടിയായത് സ്വന്തം പാളയത്തിലെ തമ്മിലടിയാണ്. മതേതര വോട്ടുകൾ ഭിന്നിച്ചതും തിരിച്ചടിയായി. തെരഞ്ഞെടുപ്പ് ഫലം വൈകിപ്പിക്കുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസിന്റെ പരാതി. ഹരിയാനയിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് വിജയിച്ചു. ജെ.ജെ.പി നേതാവ് ദുഷ്യന്ത് ചൗട്ടാലയും ആഭ്യന്തരമന്ത്രി അനിൽ വിജും പിറകിലാണ്. ഹിസാറിൽ ബി.ജെ.പി വിമത സാവിത്രി ജിണ്ടാൽ വിജയിച്ചു. ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂർ ചേരുന്നു. വിഷ്ണു, 2022 മധ്യപ്രദേശിൽ ഒരു കമൽനാഥ്, ഇപ്പോൾ ഹരിയാനയിൽ ഭൂവിന്ദർ സിംഗ് ഹൂഡ, ഇവരൊക്കെ ഈ കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ ലഭിക്കേണ്ട ജനവിധിയെ ഇല്ലാതാക്കുന്ന നേതാക്കളാണ് എന്ന് പറയേണ്ടി വരുമോ? ഷമി, തീർച്ചയായിട്ടും ഇത്തവണ ഹരിയാനയിൽ കോൺഗ്രസിന് ജയിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ടായിട്ടും കോൺഗ്രസ് ആ ഒരു ജയം കൈവിട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നിലവിലത്തെ സാഹചര്യത്തിൽ ബി.ജെ.പി 50 സീറ്റിലും കോൺഗ്രസ് 35 സീറ്റിലും INLD 2 സീറ്റിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പ്രഖ്യാപനം 53 സീറ്റുകളിലേക്കാണ് വന്നിട്ടുള്ളത്. 27 സീറ്റിൽ ബി.ജെ.പി ജയിച്ചിട്ടുണ്ട്. 24 സീറ്റിൽ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ ജയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 50 സീറ്റുകളിലാണ് ഇത്തരത്തിൽ ബി.ജെ.പി ഹരിയാനയിൽ മുന്നിട്ട് നിൽക്കുന്നത്. എന്തായാലും വളരെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നു ഹരിയാനയുടേത് എന്ന് നമുക്ക് പറയേണ്ടി വരും. തുടക്കത്തിൽ കോൺഗ്രസ്സിന് വലിയ തോതിൽ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അത് കേവല ഭൂരിപക്ഷവും കടന്ന് 65 സീറ്റിന് മുകളിലേക്ക് കോൺഗ്രസ് പോകുന്ന ഒരു തലത്തിലേക്ക് ആ ഒരു ആദ്യത്തെ ഒരു മുന്നേറ്റം എത്തിയിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ കോൺഗ്രസ് വലിയ തലത്തിലുള്ള വിജയാഘോഷം, ആഹ്ലാദ പ്രകടനമൊക്കെ തന്നെ നടത്തിയിരുന്നെങ്കിലും 12 സീറ്റിലേക്ക് താഴ്ന്ന ബി.ജെ.പി പിന്നീട് അവരുടെ ലീഡ് ഉയർത്തി ഇപ്പോൾ 50 സീറ്റിൽ കേവല ഭൂരിപക്ഷവും കടന്ന 50 സീറ്റിലേക്ക് ബി.ജെ.പി എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 40 സീറ്റും ജെ.ജെ.പിയുമായി ചേർന്ന് അവരുടെ 10 സീറ്റും ചേർത്തായിരുന്നു കഴിഞ്ഞ തവണ ബി.ജെ.പി ഹരിയാനയിൽ സർക്കാരുണ്ടാക്കിയതെങ്കിൽ ഇത്തവണ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് സർക്കാരുണ്ടാക്കാനുള്ള ഭൂരിപക്ഷം ഹരിയാനയിൽ ലഭിച്ചിരിക്കുന്നു എന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനം, ഹരിയാനയിൽ ബി.ജെ.പി സർക്കാരിനെതിരെ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിന്ന സംസ്ഥാനമാണ്. അത് കർഷക പ്രക്ഷോഭം, ഗുസ്തി താരങ്ങളുടെ സമരം ഉൾപ്പെടെ നിരവധി വിഷയങ്ങൾ, അഗ്നിവീർ പദ്ധതിയിലെ യുവാക്കളുടെ പ്രതിഷേധം ഉൾപ്പെടെ നിലനിന്നിട്ടും, ഇത്രത്തോളം വലിയ പ്രശ്നങ്ങൾ നിലനിന്നിട്ടും വിജയം സുഖമായി നേടാൻ അത് തന്നെയാണ് ചോദ്യം. അതായത് ഈ കോൺഗ്രസിന് ബി.ജെ.പിക്ക് അനുകൂലമായി എന്തെങ്കിലും ഒരു ഘടകം അവിടെ ഉണ്ടായിരുന്നതായി വിഷ്ണുവിന് ഈ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിങ്ങിനിടയിൽ തോന്നിയിട്ടുണ്ടോ? അതായത് കർഷക പ്രക്ഷോഭം, ഡൽഹി ഹരിയാന അതിർത്തികൾ നമുക്കറിയാം എന്തുമാത്രം പ്രക്ഷുബ്ധമായിരുന്നു, എന്തുമാത്രം അക്രമമാണ് കർഷകർക്ക് നേരെ ബി.ജെ.പിയുടെ സർക്കാർ അഴിച്ചുവിട്ടത്. കർഷകർക്ക് നേരെ വണ്ടി ഓടിച്ചു കയറ്റുന്ന സമീപനം, അങ്ങനെ വേണ്ട ഏതെല്ലാം തരത്തിൽ കർഷകരെ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്ത ഒരു സർക്കാരിന് വീണ്ടും ജനവിധി കിട്ടുക എന്ന് പറഞ്ഞാൽ, ഒപ്പം തന്നെ നേരത്തെ വിഷ്ണു പറഞ്ഞതുപോലെ അഗ്നിവീർ പദ്ധതി, അതിനെതിരെ വലിയ ജനരോഷം ഉണ്ടായ ഒരു സംസ്ഥാനമാണ് ഹരിയാന. ഒപ്പം തന്നെ ഈ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, ചുരുക്കി പറഞ്ഞാൽ ഒരു ഘടകം പോലും ബി.ജെ.പിക്ക് അനുകൂലമല്ലാതിരുന്നിട്ടും അത് ഉപയോഗപ്പെടുത്താൻ ഈ കോൺഗ്രസ്സിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷ്ണു, നമ്മൾ നേരിട്ട് കോൺഗ്രസും ബി.ജെ.പിയും ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലങ്ങളിലും കോൺഗ്രസ്സിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നില്ല എന്ന് നമുക്ക് ഇലക്ഷൻ ഡേറ്റാസ് എടുത്താൽ അത് കാണാൻ കഴിയും. ഒരിടത്ത് പോലും കോൺഗ്രസ്സിന് ബി.ജെ.പിയെ പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ഇത്രയും അനുകൂല സാഹചര്യം ഉണ്ടായിട്ട് പോലും ഹരിയാനയിൽ നാണം കെട്ട തോൽവി, കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ മികച്ച വിജയം ഇവിടെ ബി.ജെ.പിക്ക് നേടാൻ കഴിയുന്നു. എന്താണ് കോൺഗ്രസ്സിന് സംഭവിക്കുന്നത് വിഷ്ണു?
ഷമി, തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത്തവണ ഹരിയാനയിൽ വളരെ എളുപ്പത്തിൽ ഈസി വാക്ക് ഓവർ ആയിരുന്നു ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പെന്ന് പറയുന്നത്. പക്ഷേ അതും BJPയുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിൻ്റെ നിലപാടുകൾ കൊണ്ടുണ്ടായത്. പ്രത്യേകിച്ച് ഈ ഒരു തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ സഖ്യ സാധ്യതകൾ ചർച്ചകളൊക്കെ തന്നെ നടന്നിരുന്നെങ്കിലും അത്തരം സഖ്യങ്ങളിലേക്കൊന്നും തന്നെ പോകാതെയാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു സമീപനത്തിലേക്ക് ഹരിയാനയിൽ എത്തിച്ചേർന്നത്. ഇത്തവണ ആം ആദ്മി ഒറ്റയ്ക്കാണ് ഹരിയാനയിൽ മത്സരിച്ചത്. നമുക്ക് ആ വോട്ട് ഷെയർ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് 39.05% വോട്ട് ഷെയർ കോൺഗ്രസിനുണ്ട്. BJPക്കുള്ളത് 39.88% വോട്ട് ഷെയറാണ്. വലിയ വ്യത്യാസമില്ല എന്ന് നമുക്ക് കൃത്യമായി തന്നെ ഇതിൽ കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ ആം ആദ്മിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ആം ആദ്മിക്ക് 2% വോട്ട് ഷെയർ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സഖ്യം ഹരിയാനയിൽ നടപ്പാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസ് ആം ആദ്മിയെ ഇവർ ഒരുമിച്ച് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും BJPയേക്കാൾ കൂടുതൽ വോട്ട് ഈ സഖ്യത്തിന് ലഭിക്കുകയും അതാണ് നമ്മൾ കാശ്മീരിൽ ഒരു ഉദാഹരണമായി കണ്ടത്. കാശ്മീരിൽ ഇന്ത്യ സഖ്യം കൃത്യമായി മത്സരിക്കുകയും BJP തകർന്നടിയുന്ന സാഹചര്യം കാശ്മീരിലുണ്ടാകുന്നു. കാശ്മീരിൽ 10 വർഷത്തിന് ശേഷം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJPക്ക് അധികാരം കിട്ടുന്നില്ല. BJP തൂത്തെറിയപ്പെടുന്ന സാഹചര്യം കാശ്മീരിലുണ്ടാകുന്നു. ഒരുപക്ഷെ അത്തരത്തിൽ കോൺഗ്രസ് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജിയിലൂടെ മുന്നോട്ട് ഹരിയാനയിലും പോയിരുന്നെങ്കിൽ ഹരിയാനയിലും ഒരു ഈസി വാക്ക് ഓവർ കോൺഗ്രസിന് ലഭിക്കുമായിരുന്നു. എന്തായാലും നിലവിൽ പല നേതാക്കളും കോൺഗ്രസിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം നേതാവ് പ്രിയങ്ക ചതുർവേദി അല്പം മുന്നേ ഒരു അഭിപ്രായം പറഞ്ഞത് കോൺഗ്രസ് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ സ്ട്രാറ്റജി അത് കൃത്യമായി ചിന്തിച്ചുകൊണ്ട് സ്വീകരിക്കേണ്ടതാണ്. അതല്ലാതെ ഇത്തരത്തിൽ കോൺഗ്രസ് ഒരു ഒറ്റയ്ക്ക് തീരുമാനമെടുത്ത് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫലങ്ങളായിരിക്കും ഉണ്ടാകുക എന്ന വിമർശനം ഇതിനോടകം തന്നെ ഉയർന്നു വരുന്നത്. അതാണ് വിഷ്ണു. തീർച്ചയായിട്ടും ഇപ്പൊ 2023 മധ്യപ്രദേശിൽ ഈ കമൽനാഥ് എന്ന് പറയുന്ന ഒരു നേതാവിന്റെ എല്ലാ അഹങ്കാരത്തിനും വഴങ്ങിക്കൊടുത്ത കോൺഗ്രസിന് അവിടെ വലിയ വില കൊടുക്കേണ്ടി വന്നു. നമ്മളത് കണ്ടതാണ്. ആ അനുഭവത്തിൽ നിന്ന് അവർക്ക് ഒരു പാഠവും പഠിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഭൂപേന്ദർ സിംഗ് ഹൂഡയുടെ ഒരു നിലപാടിലൂടെ. അവിടെ കുമാരി ഷെൽജ അവർ ഇത്രയും മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. അവരുടെ കൂടെ നിന്ന വളരെ കുറച്ച് 4-5 പേർക്ക് മാത്രമാണ് സീറ്റ് കൊടുക്കാൻ തയ്യാറായത്. ഒപ്പം തന്നെ ഈ ആം ആദ്മി പാർട്ടി കഴിഞ്ഞ തവണ 1% വോട്ട് മേടിച്ച ആം ആദ്മി പാർട്ടി ഇത്തവണ 2% വോട്ട് നേടി. ഒപ്പം തന്നെ INLD BSP സഖ്യം ഈ ദളിത് വോട്ടുകൾ പിടിച്ചുമാറ്റി. ഇതിലെല്ലാം തന്ത്രപരമായ ഒരു നിലപാട് സ്വീകരിക്കുകയും ഇവർക്കെല്ലാം കുറച്ച് സീറ്റുകൾ കൊടുത്ത് അവരെ ഈ ഒരു കുടക്കീഴിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ കുടക്കീഴിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും ഉജ്ജ്വലമായ ഒരു വിജയം ഹരിയാനയിൽ കോൺഗ്രസിന് കിട്ടുമായിരുന്നില്ലേ? ഷമി, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കോൺഗ്രസ്സിന് കൃത്യമായ രീതിയിൽ ഇടപെടാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഹരിയാനയിൽ വലിയ തലത്തിലൊരു വിജയം നേടാൻ ഇന്ത്യ സഖ്യത്തിന് കഴിയുമായിരുന്നു. ആം ആദ്മിയുമായി പലവട്ടം ചർച്ചകൾ നടത്തിയപ്പോൾ ആം ആദ്മി ചില സീറ്റുകൾ, കുരുക്ഷേത്രയിലെ അടക്കം ചില സീറ്റുകൾ അവർക്ക് മത്സരിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അതിനു വഴങ്ങാൻ കോൺഗ്രസ് തയ്യാറാകാഞ്ഞതോടുകൂടിയാണ് ആം ആദ്മി ഈ ഒരു സഖ്യത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരിയാനയിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യമുണ്ടായത്. ഇത്തരത്തിൽ തന്നെയാണ് കോൺഗ്രസിൻ്റെ ഒരു കടുംപിടുത്തം കൊണ്ടാണ് കാശ്മീരിൽ നമ്മൾ കണ്ടതുപോലെയുള്ള ഒരു സഖ്യം ഹരിയാനയിൽ നടക്കാതെ പോകുന്നു. അത് ഒരുപക്ഷെ കോൺഗ്രസിന് ഇത്തവണ ഒരു കൂടുതൽ ആത്മവിശ്വാസം കൂടിപ്പോയതിൻ്റെ ഒരു പ്രശ്നം കൂടിയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നിലവിലത്തെ സാഹചര്യത്തിൽ ഇത്രത്തോളം പ്രശ്നം, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് എളുപ്പത്തിൽ ജയിച്ച് കയറാമെന്ന് വിചാരിച്ചിരുന്നു. അത് ആ കോൺഗ്രസിൻ്റെ ആ ഒരു ചിന്താഗതിക്ക് കൂടിയാണ് ഇപ്പോൾ വലിയ തിരിച്ചടി ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഹരിയാനയിൽ ഇപ്പോൾ BJP 50 സീറ്റിലും കോൺഗ്രസ് 35 സീറ്റിലുമാണ് ലീഡ് ചെയ്യുന്നത്. അത്തരത്തിൽ BJPക്ക് ഹരിയാനയിൽ തുടർച്ചയായിട്ടുള്ള 3ാം ഭരണവും ലഭിക്കുന്ന സാഹചര്യം. ഇത് തികച്ചും കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മാത്രമാണ് ഈ 3ാം തവണ ഒരു തുടർ ഭരണം ഇപ്പോൾ BJPക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും വിഷ്ണു, ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിന് അത്യുജ്വല വിജയം ലഭിക്കേണ്ടിയിരുന്ന ഹരിയാനയിൽ കോൺഗ്രസിൻ്റെ ഏകപക്ഷീയമായ നിലപാടുകളും
ഏകപക്ഷീയമായ തീരുമാനങ്ങളും കാരണം വീണ്ടും മൂന്നാമത് BJP അവിടെ അധികാരത്തിലെത്തിയിരിക്കുന്നു. 2019 കിട്ടിയതിനേക്കാൾ മികച്ച വിജയം അവിടെ BJPക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം ഏറെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലാണ് BJP ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അതുപോലും ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് അവിടെ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് പല സീറ്റുകളിലും BJPക്ക് വിമത സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. എന്നിട്ടും അവർക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞു. കോൺഗ്രസിന് ലഭിക്കേണ്ട വിജയം നേടാൻ അവർക്ക് കഴിഞ്ഞതുമില്ല.